ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നലത്തെ കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു 20 പേരെ കൈയോട്ടം മാറ്റി നിർത്തിയില്ലായിരുന്നു. അവർ ആദ്യത്തെ ആട്ടം മണിച്ചിത്രത്താഴ് ടാസ്കിൽ വിൻ ചെയ്യാൻ പറ്റാതെ പോയിട്ട് 20 പേരെ മാറ്റിരുത്തില്ല. അവരെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ഹോസ്റ്റായ റനീഷ് നമ്മുടെ റിയാസിനോട് ചോദിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ റിയാസിന് ആരെയാണ് കൂടുതൽ സ്ട്രൈക്ക് ആയെന്ന് റിയാസിനോട് രഞ്ജിനിയോടും ചോദിക്കുന്നുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ. പക്ഷെ രണ്ടുപേരും ഒരു ഉത്തരവ് പറഞ്ഞത് അത് നമ്മുടെ പൂജയാണ്. പൂജനെ അറിയാമല്ലോ, നമ്മുടെ ആ മണിച്ചിത്രത്താഴ് ടാസ്കിൽ ക്ലൂ കിട്ടിയിട്ട് കീ കിട്ടാതിരുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവരെയാണ് അവർക്ക് ഇംപ്രസ് ആയെന്നാണ് പറഞ്ഞത് അന്ന് ആ കരഞ്ഞു മെഴുകിയ പെൺകുട്ടി. ഓക്കെ, ഇന്നലെ എപ്പിസോഡിൽ ഈ 3 ജഡ്ജസ്മാർക്ക് ടീമിന് ഓരോ പേരുണ്ട്. അത് പറയാൻ മറന്നു കേട്ടോ. അത് നിങ്ങൾ എന്നോട് പേഴ്സണൽ DM പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അതിൽ നമ്മുടെ റിയാസിൻ്റെ ടീമിൻ്റെ പേര് ഗെയിം ചേഞ്ചർ, രഞ്ജിനി ഹരിദാസിൻ്റെ ടീമിൻ്റെ പേര് ഫിയർലെസ്, പിന്നെ അഖിൽ മരാറിൻ്റെ ടീമിൻ്റെ പേര് റഫ് ആൻഡ് ടഫ് കേട്ടോ. ഇതിനുശേഷം റനീഷ് നമ്മുടെ നമ്മുടെ 20 കണ്ടസ്റ്റൻ്റെയും പുറത്തുനിന്ന് 20 കണ്ടസ്റ്റൻ്റെയും നമ്മളെ അകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. അവരും കൂടെ വന്നിട്ട് ആകെ ഒരുമാതിരി ഒരു ഭയങ്കര ഷോ ഓഫ്. അതിൽ പൂജ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഭയങ്കര ഷോ ഓഫ്. എന്തിൻ്റെ ബിഗ് ബോസിൻ്റെ കപ്പ് കിട്ടുന്ന പോലെയാണ്. ആ പുള്ളിക്കാരത്തി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഞാൻ വഴിയെ പറയാം അതിനെക്കുറിച്ചിട്ട്. അവൾ ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു കേട്ടോ. അവൾ വന്നിട്ട് അത് അൺഫെയർ ആയിരുന്നു, ഇന്നലെ അവൾക്ക് കിട്ടിയില്ല, ഞങ്ങളുടെ അടുത്ത് പലർക്കും ക്ലൂ ഉണ്ടായിരുന്നു, എന്നിട്ട് ഞങ്ങളെ കയറ്റിയില്ല, മറ്റേ പൂജേനെ മാത്രം കയറ്റി എന്ന് പറഞ്ഞിട്ട് രഞ്ജിനി ഒരു ചോദിച്ചു. അതായത് നിങ്ങളെല്ലാം ഓക്കെ പറഞ്ഞിട്ടല്ലേ ആ കുട്ടീനെ കയറ്റിയത്, അപ്പോൾ ഓക്കെ പറയാൻ ഞാൻ കേട്ടുന്നത് തേഞ്ഞ്. ചുമ്മാ വെറുതെ എന്ത് കാര്യത്തിന് ഈ ഷോ കാണിക്കുന്നു ഒരു മനസ്സിലാവുന്നില്ല. ഒരു കാര്യമില്ലാതെ ചുമ്മാ ഷോ കാണിക്കണോ വന്നിട്ട് വരിക, എന്തെങ്കിലും സംഭവം ചെയ്യുക, പറയാനുള്ള കാര്യങ്ങൾ, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക, പോവുക, അല്ലെങ്കിൽ പ്രവർത്തിക്കുക. ഇത് ചുമ്മാ അനാവശ്യമായിട്ടുള്ളൊരു ഷോ ഓഫ്, ഒരു സ്ക്രീൻ സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളൊരു ഷോ ഓഫ്. അത് നമുക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ആ കുട്ടീനെ നോട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ പറയാം അതിനെക്കുറിച്ച്, പിന്നെ വരും. ഇതിനുശേഷം റനീഷ നമ്മുടെ ആ ഇൻഫിനിറ്റി പെൻഡന്റിനെ കുറിച്ചിട്ട് 20 പേർക്കും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഈ 20 പേരെയും ഗ്രൂപ്പ് തിരിക്കുക. നമ്മൾ ഇന്നലെ തിരിച്ച പോലെ തന്നെ ജഡ്ജസ്മാരായിട്ട് റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ടാണ് തിരിക്കുന്നത്. ഈ റിയാസിൻ്റെ ടീമിൽ വന്നേക്കുന്നത് അളകനന്ദ, ജെറ്റി പി തോമസ്. ഇവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഷോ ഓഫ്, വെറുതെ അനാവശ്യമായിട്ടൊരു ഷോ ഓഫ്. എൻ്റെ പേര് ജെറ്റി പി തോമസ് ആണ്, നിങ്ങളാരും വേറൊന്നും വിചാരിക്കരുത് കേട്ടോ, എൻ്റെ അച്ഛനും അമ്മയുടെ പേര് അങ്ങനെയാണ്. നമ്മളെന്ത് വിചാരിക്കാനാണ്? ഒരാളുടെ പേര് ജെറ്റി പി തോമസ് എന്ന് പറഞ്ഞാൽ ജെറ്റി പി തോമസ്. അത് നമ്മളെന്ത് വിചാരിക്കണം അതിനെക്കുറിച്ചിട്ട്? ചുമ്മാ അനാവശ്യമായൊരു ഷോ ഇറക്കല്. അതിനുള്ള പണിയായിട്ടെൻ്റെ കിട്ടുന്നുണ്ട്. ഞാൻ പറയാം, അതിനെക്കുറിച്ച് പറയാം. ഷാമോൻ ഷാജഹാൻ, റിജോ ജോൺസൺ, റാബിൻ റാഫേൽ, ടഷി ആൻഡ് സോന അലക്സ്. ഇത്രയും പേരാണ് നമ്മുടെ റിയാസിൻ്റെ ടീമിൽ വന്നേക്കുന്നത്. അതിൽ രഞ്ജിനെ ചൂസ് ചെയ്തേക്കുന്നത് പൂജ ജെ, സോണി അസീം ആൻഡ് വൈശാഖ് വടശ്ശേരി, രാകേഷ് ജേക്കബ്, സ്റ്റിനിയ ഫിഗറഡോ, നന്ദകിഷോർ എസ്, ഷിജുലാൽ. ഓക്കെ, ഇവർ ഇത്രയും പേരാണ് രഞ്ജിനിയുടെ ഗ്രൂപ്പിൽ വന്നേക്കുന്നത്. ഇനിയും നമ്മുടെ അഖിലിൻ്റെ ഗ്രൂപ്പിൽ വന്നേക്കുന്നത് അഫിയാൻസ്, പ്രവീൺ മോഹൻ, ലളിത ലോറൻ റോഡ്രിഗസ്, ഷിൻജിത് ബാബു, നിതിനസ് ദാസ്, ശ്യാം ഷാജി. ഇത്രയും പേരാണ് ഈ 3 ഗ്രൂപ്പായിട്ട് ഇങ്ങനെ തിരിഞ്ഞേക്കുന്നത്. ഇനി അവർക്ക് ടാസ്ക് കൊടുക്കുന്നത്, ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കട്ടക്കൂടാരം. അതിന് ബേസിക് ആയിട്ടുള്ള റൂൾസാണ്. അതിനകത്ത് ഏറ്റവും ലെങ്ത് ആയിട്ടുള്ളൊരു ചുമന്ന ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്ക് ഏറ്റവും താഴെ തന്നെ വെക്കണം. അതിന് കുറേ ചെറുത് പല ഷേപ്സിലുള്ള സ്ക്വയർ, പിരമിഡ്, ഹാഫ്, ട്രയാങ്കിള്, ഹാഫ് സ്ക്വയർ, അങ്ങനെ പല 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 ഷേപ്പിൽ, അതായത് ഒരു ഷേപ്പും ഒന്നിനും മാച്ചാവാത്ത രീതിയിലുള്ള കുറേ കട്ടകൾ കൊടുത്തിട്ടുണ്ട്. ആ കട്ടകൾ അടുക്കി ഏറ്റവും ബെസറടിക്കുന്ന വരെ ആരുടെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അവരാണ് വിന്നർ. ഇതിൽ ഈ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ അടുക്കി വെച്ചപ്പോൾ നമ്മുടെ രാകേഷ് എന്ത് ചെയ്ത്, രാകേഷിൻ്റെ ഈ ഫ്ലോറ് ആക്ച്വലി ഇത് മറ്റേ സെറ്റ് ഇട്ടേക്കുന്നതായതുകൊണ്ട് ഇത് എല്ലാവിടെ കിടന്ന് അനങ്ങുമ്പം ഈ ഫ്ലോർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ രാകേഷ് ഓൾറെഡി ഫസ്റ്റ് തന്നെ എല്ലാം അടിക്കടിക്ക് ഒരുവിധം മുകളിൽ വന്നു. ആ സമയത്ത് ഈ ഫ്ലോർ വൈബ്രേറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ക്യാമറ കാണിക്കുന്നുണ്ട്. ഈ ഫ്ലോർ വൈബ്രേറ്റ് ആയപ്പോൾ ഈ രാകേഷിൻ്റെ മറിഞ്ഞു വീണപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ ആ ഓവർ സ്മാർട്ട് കുട്ടി പൂജ, ആ പൂജയുടെ ഇതുകൂടെ തട്ടിയിട്ടാണ് രാകേഷ് സാധനം വേണ്ടത്. അപ്പോൾ രാകേഷ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പൂജ അവിടെ കിടന്നൊരു ഷോ ഓഫ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ കളിക്കാൻ തുടങ്ങി. അവസാനം ബസർ അടിച്ച സമയത്ത് നന്ദകിഷോറിനെ ഡയറക്റ്റ് ഔട്ട് ഹൗസിലോട്ടാക്കി. അതായത് ഡയറക്റ്റ് ഔട്ട് ഹൗസിലോട്ട് വരാൻ ഒരു റീസൺ ഉണ്ടായിരുന്നു. ഈ അടുക്കുന്ന സമയത്ത് തന്നെ രഞ്ജിനി അവിടെ കിടന്നിട്ട്, അതായത് ജഡ്ജ് അവിടെ കിടന്നിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒരു സമയത്ത് ഒരു കട്ട മാത്രമേ എടുത്ത് വെക്കാൻ പാടുള്ളൂ. അതായത് ഒരെണ്ണം വെച്ചു പിന്നെയും പോയി എടുത്ത് അങ്ങനെ വെക്കണം. ഈ നന്ദകിഷോർ എന്ത് ചെയ്യുന്നറിയോ, ഈ 2-3 ഒന്നിച്ച് താഴെ തന്നെ ഫ്ലോറിൽ തന്നെ വെച്ച് അടുക്കിയിട്ട് അതൊരു ബാലൻസ് ആക്കിയിട്ട് അത് നേരെ കൊണ്ടുവന്ന് മുകളിൽ വെച്ച് ഇതൊരു കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫേക്ക് ഗെയിം കളിച്ചുകൊണ്ടാണ് നന്ദകിഷോറിനെ പറഞ്ഞ് ഔട്ട് ഹൗസിലോട്ട് ഡയറക്റ്റ് വിട്ടത്. അത് രഞ്ജി നല്ല റൂഡായിട്ട് തന്നെ പെരുമാറി കേട്ടോ. അതിനുശേഷം പൂജയ്ക്ക് കൊടുത്ത്, പൂജേനെ ഇട്ടിട്ട് 3 ഇട്ടം കുടഞ്ഞ് പൂജ ചുമ്മാ അനാവശ്യമായിട്ട്. അതിന് ശേഷവും ഈ ഗെയിം തീർന്നതിന് ശേഷം പൂജ അനാവശ്യമായിട്ട് ബ്ലെയിം ചെയ്യുന്നുണ്ട്. അഖിൽ മലയാർ പറഞ്ഞ് എന്താ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ രാകേഷ് എന്ന് പറഞ്ഞ വ്യക്തി മനഃപൂർവ്വമായിട്ട് തള്ളിയിട്ടൊന്നുമില്ലല്ലോ ഈ പൂജയുടെ കട്ടകൾ. അയാളുടെ വീണപ്പോൾ അത് ഓട്ടോമാറ്റിക് അവരുടെ മണ്ടയ്ക്കോട്ട് വീണ്. അതിപ്പോൾ പുള്ളി മലപ്പുറം ചെയ്യുന്ന പരിപാടിയൊന്നുമില്ലല്ലോ. അതിനൊരു ഷോ ഓഫ് ഓവർ അഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പൂജനെ പിടിച്ചിട്ട് നമ്മുടെ രഞ്ജിനി ഹരിദാസൻ ടീം കൂടെ ഔട്ട് ഹൗസിലിട്ട് അങ്ങോട്ട്. അപ്പോൾ ഭയങ്കര കുരു പൊട്ടിട്ടാണ് പോയേട്ടാ. വിന്നറായിട്ട് ആദ്യം ചൂസ് ചെയ്തേക്കുന്നത് ഷിജുവിനെയാണ്. ഷിജുവിനെ ചൂസ് ചെയ്ത് ഷിജുവിന് എന്താ പറയുക ഇൻഫിനിറ്റി പെറ്റന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ തരത്തിലോ വീണ്ടും ഒരാളവിടെ ചൂസ് ചെയ്യിക്കുന്നത്. അവർക്ക് എന്തുകൊണ്ട് പൂജയോടുള്ള ദേഷ്യം കൂടെ ആയിരിക്കണം. പൂജ നമ്മുടെ രാകേഷിൻ്റെ അടുത്ത് കുറച്ച് റൂഡായിട്ട് പെരുമാറിയുകൊണ്ട് രാകേഷിനെ വിളിച്ചിട്ട് അവർ ഇൻഫിനിറ്റി പെറ്റൻ കൊടുത്തു. ഒരു ഗെയിമിൽ ഒരാൾക്ക് കൊടുക്കാമെന്നല്ല ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ രാകേഷിന് അത് കൊടുത്തു. അപ്പം ആ ടീമിൽ തന്നെ 2 പേർക്ക് ഇൻഫിനിറ്റി പെറ്റൻ കിട്ടി. ഒന്ന് നമ്മുടെ ഷിജുവിനും കിട്ടി, ഒന്ന് രാകേഷിനും കിട്ടി. 2 പേർക്ക് ഇൻഫിനിറ്റി പെറ്റൻ ആ ഒരു സെയിം ടീമിൽ തന്നെ. രണ്ടാമത്തെ ടീം വന്നപ്പോൾ രണ്ടാമത്തെ ടാസ്ക് കൊടുത്തില്ല. ഈ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ പറയുക, നമ്മുടെ ഈ മുളവടിയില്ലേ നമ്മൾ പണ്ട് കളിക്കുന്ന ഒരു സംഭവം. അതായത് ഈ നമ്മുടെ കയ്യിലൊരു വടി പിടിക്കും. നമ്മളൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ ഈ വടി വിട്ടിട്ട് അടുത്ത് നിൽക്കുന്ന ആളെ അപ്പുറത്തെ വടി പിടിക്കണം. അപ്പം നമ്മുടെ വടി വേറെ ആളൊന്ന് പിടിക്കുക. അങ്ങനെ റൗണ്ട് ചെയ്ത് പോകും. ഇതിൽ ആരുടെ കയ്യിൽ നിന്നാണോ വഴി താഴെ വീഴുന്നത് അവർ ഔട്ടാണ്. അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ചെണ്ടക്കാരൻ വരുന്നുണ്ട്. പുള്ളി കൊണ്ട് നിർത്തിട്ട് ചെണ്ട അടിക്കും. മ്യൂസിക്കിന് പകരം ചെണ്ട അടിക്കും. പുള്ളി ചെണ്ട അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെണ്ട നിർത്തുന്ന സമയത്ത് ഈ വടി വിട്ടിട്ട് അടുത്ത വടിയിലോട്ട് ഹോൾഡ് ചെയ്യണം. ആ വടി ആരാണോ വിടുന്നത് പിടിക്കാൻ വന്നിട്ട് കൈ കിട്ടാതെ പോകുന്നു അവർ ഔട്ട്. ഇതിലാദ്യം തന്നെ നമ്മുടെ സോന ഔട്ട് ആവുകയാണ്. ഈ സോന ഔട്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സോനയുടെ കൈ ഇരിക്കുന്ന വടി പിടിച്ചുകൊണ്ട് തന്നെ അടുത്ത വടി കയറി പിടിച്ച്. അതായത് ഈ വടി വിടണമെന്നാണ് നിയമം. ഇത് വിടാതെ തന്നെ അടുത്ത വടി കയറി പിടിച്ച്. അപ്പം മറ്റുള്ളവർക്ക് കിട്ടിയില്ല. അപ്പോൾ അത് പിന്നെ ജഡ്ജസ് നോട്ടീസ് ചെയ്തിട്ട് അങ്ങനെ സോനനെ ഡയറക്റ്റ് അപ്പം തന്നെ ഔട്ട് ഹൗസിലോട്ട്. അങ്ങനെയാണ് സോനയെ ഔട്ടാക്കി കേട്ടോ. ഷാമോൻ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ഔട്ടായി കേട്ടോ. ഷാമോൻ ഡയറക്റ്റ് ഔട്ട് ഹൗസിലോട്ട് പോയി. ഈ വടിയുടെ കേസ് തന്നെ ഈ സെയിം സംഭവം തന്നെ. എന്നിട്ട് ഫൈനൽ വിന്നറായിട്ട് 2 പേര് വന്ന് ഈ തഷിയും ജെറ്റി നമുക്ക് നേരത്തെ അറിയാമല്ലോ, കുറച്ച് ഓവർ സ്പോട്ട് ആദ്യമേ സെൽഫ് ഇൻട്രഡക്ഷൻ കാണിച്ച കുട്ടി. ഇവളൊരു പരിപാടി ചെയ്ത് എന്ത് ചെയ്തറിയോ, ഈ വടി കയ്യിൽ താഴെ കുത്താതെ വിട്ട്. അപ്പം അവന് കിട്ടത്തില്ല. ഒരു സ്ട്രാറ്റജിയാണ്. അപ്പം അപ്പം ഇവന് കിട്ടിയതുമില്ല. എന്നാൽ അവൻ്റെ വടി പിടിക്കുകയും ചെയ്തു. ഇത് ജഡ്ജസ് ഒരു റീടേക്ക് ഇട്ടിട്ട് അത് നോട്ടീസ് ചെയ്ത് അപ്പോൾ ജഡ്ജസ് ഒരു ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അവസാനം 2 പേരല്ലേ വന്നേ, ഈ നമ്മുടെ ജെറ്റിയും താഷിയല്ലേ വന്നത്. അപ്പോൾ ഇവർക്ക് ഒരു ചാൻസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തറിയോ, ഈ റീടേക്ക് ഇട്ടത് ജഡ്ജസിനെല്ലാം അറിയാൻ പറ്റുള്ളൂ. അവർക്ക് ഇൻ ഇയറിലെല്ലാം കിട്ടുള്ളൂ സാധനം. ജെറ്റി വിചാരിച്ച് ജെറ്റി സേഫാണ്, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ജെറ്റി തർക്കിച്ച് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജെറ്റി ഓവർ സ്പോട്ട് കളിക്കാൻ നോക്കിയതാണ്. അപ്പോൾ തന്നെ രഞ്ജി പറഞ്ഞു, ജെറ്റി നീയാണ് മിസ്റ്റേക്ക് ചെയ്തത്, അതുകൊണ്ട് നീ ഡയറക്റ്റ് വിട്ടോളം പറഞ്ഞു. അങ്ങനെ ജെറ്റീനെ ഔട്ടാക്കി. തഷി ജയിച്ച്. എന്നിട്ട് അതിൻ്റെ പേരിൽ ജെറ്റിക്ക് കിട്ടിയില്ല. വെറുതെ തഷിക്ക് കിട്ടി. തഷിയോട്ട് വടി പിടിച്ചതുമില്ല, പക്ഷെ തഷിക്ക് കിട്ടി. പക്ഷെ തഷിക്ക് തന്നെയാണ് മറ്റേ ഇൻഫിനിറ്റി പെനൻറ്റ് കിട്ടുന്നത് കേട്ടോ. ഈ ടീമിൽ ഒരാൾക്ക് കിട്ടുന്നുള്ളൂ. ഇൻഫിനിറ്റി പെനൻറ്റ് തഷിക്ക് തന്നെ കിട്ടി കേട്ടോ. ഇനി ഈ ജെറ്റിക്ക് ഇതേ ജെറ്റി നിങ്ങൾ ഓർക്കണം, ആദ്യമേ ഷോ ഓഫ് കാണിച്ച് രണ്ടാമത് ഈ മുളവടി ഡാൻസിലും ഷോ ഓഫ് കാണിച്ച് പണി കിട്ടി. 2 പണി ഓൾറെഡി ആയി. എന്നിട്ട് രഞ്ജിനി എന്ത് ചെയ്ത് ഈ ജെറ്റിക്ക് ഒരു ചാൻസ് കൊടുത്തു. ജെറ്റി എടുത്ത് പറഞ്ഞ് ഔട്ട് ഹൗസിൽ പോകേണ്ട ആരാണോ ഒരാളുടെ പേര് നിശ്ചയിക്കാൻ പറഞ്ഞു കേട്ടോ. ഈ അവിടെ കുറച്ച് പേര് നിൽപ്പുണ്ടല്ലോ. ആദ്യം നമ്മുടെ
ഈ മറ്റേ ഷാമോനെയൊക്കെ വിട്ട അതിന് ശേഷം ബാക്കിയുള്ള നിൽപ്പുണ്ടല്ലോ അതിൽ ഒരാളെ ഇത് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അവൾ ഒരാളെ ചൂസ് ചെയ്തിട്ട് അവൾ പറയാം, അയ്യോ മോളെ ഒന്നും തോന്നല്ലേ, എനിക്ക് അവളെ ഇഷ്ടമാണ്. ഡേയ്, നമുക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ, ഓക്കെ എനിക്ക് ഇയാളെ ഇഷ്ടമല്ല, ഇയാൾ ഔട്ട് ഹൗസിൽ പോയാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ, അവിടെ ഫിനിഷായി. ഇയാൾ ഔട്ട് ഹൗസിൽ പോയാൽ മതി, പക്ഷേ എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡ് ആയില്ലേ, അതും കൈയോടെ പോക്കി, അതും തേഞ്ഞ്, അവിടെയും ജെറ്റിക്ക് അവിടെയും പണി കിട്ടി. ഓക്കെ, അങ്ങനെ അതും വീണ്ടും ക്യാൻസലാക്കി. എന്നിട്ട് മറ്റേ ജെറ്റി ചൂസ് ചെയ്ത ആ കൊച്ചിനെ വീട്ടിലെനിക്ക് പേര് കറക്റ്റ് ഓർമ്മ വയ്ക്കുന്നില്ല കേട്ടോ, അതങ്ങനെ പറയുന്നത്. ജെറ്റി ചൂസ് ചെയ്ത അതിനെ ഒരു ക്യാൻസലാക്കിയിട്ട് അവരെ പിന്നെ ഔട്ട് ഹൗസിൽ വിടുന്നില്ലെന്ന് വെച്ചാൽ, അപ്പോൾ ജെറ്റിയും പോകുന്നില്ല, ഈ കൊച്ചും പോകുന്നില്ല, അങ്ങനെ ആക്കി. ജെറ്റിക്ക് കൊടുത്ത സ്പെഷ്യൽ പവർ ക്യാൻസലും ചെയ്തു. എന്തിൻ്റെ പേരിലാണെന്ന് അറിയത്തില്ല. രഞ്ജിനി റിജോ ഔട്ട് ഹൗസിൽ പോകണമെന്നൊരു പേര്, അതൊരു അൺഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. റിജോ എന്തിനാണ് വിടണമെന്ന് രഞ്ജിനി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, എനിവേ ജഡ്ജസിൻ്റെ തീരുമാനം അന്തിമമാണല്ലോ, നമ്മൾ ചോദ്യം ചെയ്യുന്ന ആളല്ല. അപ്പോൾ റിജോനെ ഔട്ട് ഹൗസ് കിട്ടും. അപ്പം രണ്ടുപേരാണ് ഷാമോനും റിജോയും ഔട്ട് ഹൗസിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് മറ്റേ ഇൻഫിനിറ്റി പിന്നെ കിട്ടിയിരിക്കുന്നത് തഷിക്കാണ് കേട്ടോ. ഇനി അടുത്ത മൂന്നാമത്തെ ടീമിനെ വിളിക്കാം കേട്ടോ. മൂന്നാമത്തെ ടീമിനെ വിളിച്ചിട്ട് അവർക്കും ടാസ്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് പെട്ടെന്നോട്ടൊന്ന് പറയുന്നത്, കാരണം ഇത് ഈ വലിയ സംഭവമൊന്നുമില്ല, ഇവരും ടാസ്ക് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ 3 ടാസ്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പെട്ടെന്നോട്ടൊന്ന് പറഞ്ഞു പോകുന്നത്, കാരണം ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്താ മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൽ ഒരു വലിയ സർക്കിൾ വെച്ചിട്ടുണ്ട്. അത് എന്നിട്ട് അതിനകത്ത് കുറേ കളർ പേപ്പർ ഇട്ടിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണം പേപ്പർ ഇട്ടിട്ടുണ്ട്, കളർ പേപ്പർ ഒരു 6 കളറുള്ള പേപ്പർ ഇട്ടിട്ടുണ്ട്, 6 കളറുകൾ. എന്നിട്ട് എന്താ അറിയാം, ഈ കണ്ടസ്റ്റൻസിന് ഒരു ബോളും കൊടുത്ത് ഒരു സ്ട്രോയും കൊടുത്ത്, ഈ സ്ട്രോ വെച്ചിട്ട് നമ്മൾ ഈ പേപ്പർ ഇപ്പം അതിന് മുന്നേ റെനീഷ ഇവരെ കൊണ്ട് ഇഷ്ടമുള്ളൊരു കളർ എടുക്കാൻ പറഞ്ഞു, ചെറിയൊരു കളർ. അപ്പം എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കളർ, ഞാൻ ഒരു റെഡ് കളർ ചൂസ് ചെയ്ത്, നിങ്ങൾ യെല്ലോ ചൂസ് ചെയ്ത്, വേറൊരാൾ ഗ്രീൻ ചൂസ് ചെയ്ത്, അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ കളറായില്ല. അപ്പോൾ എൻ്റെ കളർ റെഡായി, നിങ്ങളുടെ കളർ യെല്ലോ ആയി, ഈ ആളുടെ കളർ ഗ്രീനായി, അങ്ങനെ. അപ്പോൾ നമ്മുടെ കളറായി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കളർ മാത്രം ഈ സർക്കിളിൽ പോയിട്ട് സ്ട്രോ കൊണ്ട് വലിച്ചെടുക്കണം, ബ്ലോ ചെയ്തെടുത്തിട്ട് നമ്മുടെ കളർ മാത്രം കൊണ്ടുവന്ന്, അത് ഒന്നിലധികം പേപ്പറാവോ ഒരേ സമയത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ബോൾ ഇട്ട് വെക്കുക. ഏറ്റവും കൂടുതൽ പേപ്പർ കളക്ട് ചെയ്യുന്ന ആളാരാണോ അവർ വിജയിക്കും. ഇതിനകത്ത് വേറെ മിക്സ്ഡ് കളർ വരാൻ പാടില്ല. എൻ്റെ റെഡ് ആണെങ്കിൽ എൻ്റെ റെഡ് മാത്രമേ വരാൻ പാടുള്ളൂ. എൻ്റെ റെഡിനകത്ത് ഒരേ യെല്ലോ വന്നാൽ ഞാൻ ഔട്ട്, ഡയറക്റ്റ് ഇതിൽ പോകും. അങ്ങനെയാണ് കളി കേട്ടോ. പക്ഷേ ഇവർ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഈ ഷ്യാം എന്ന് പറഞ്ഞ പുള്ളി, അവൻ ഭയങ്കരമായിട്ട് സ്ട്രാറ്റജി യൂസ് ചെയ്തു. അവൻ ആദ്യം വന്നിട്ട് എല്ലാവരെയും ഊതി കിടന്നിട്ട്, പക്ഷെ നമ്മൾ അവൻ്റെ ആ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ ജയിക്കുന്നത്, പക്ഷെ അവനല്ലേ ജയിച്ചേട്ടാ ട്വിസ്റ്റ്. എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച് ലാസ്റ്റ് വന്നപ്പം കൗണ്ട് ചെയ്തപ്പം നിതിന് 13, ലൊലിറ്റ് 26, ഷിഞ്ചിത്ത് 22, പ്രവീൺ 22, ശ്യാം 24. ശ്യാം നേരത്തെ നമ്മൾ പറഞ്ഞ ഊതി കളഞ്ഞ അവൻ 24 രണ്ടാമത്തെ കുറവുണ്ടായിരുന്നേ. പിന്നെ അഫിയാൻസ് 16, നിതിൻ്റെ ഞാൻ 13 എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ അഫിയാൻസ് ആണ് ഏറ്റവും ലീസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ മിസ്റ്റേക്കാണ്, കേട്ടൻ്റെ മിസ്റ്റേക്കാണ്. ഇതിൽ ലൊലിറ്റയാണ് വിൻ ചെയ്തത്. പക്ഷേ ഇതിൽ പ്രശ്നം ഒന്നുമല്ലേ, നമ്മളെ കാണിച്ച വീഡിയോയ്ക്കകത്ത് ഒന്നും ലൊലീറ്റ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് വലിയ ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടില്ല. കാരണം ആ ഒരു ടീമിലെ മൊത്തത്തിൽ അലമ്പ് കാണിച്ചുകൊണ്ടിരുന്നത് ഈ ശ്യാമും ഷിഞ്ചിത്തും പ്രവീണും ഒക്കെ ആയിരുന്നു. യവന്മാർ കടന്ന് ഊതി കളഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവരാണ് ജഡ്ജസും അവരെ ഫോക്കസ്. ജഡ്ജസ് തന്നെ 1 അടിച്ചു പോയി, കൗണ്ട് ചെയ്തപ്പം ലൊലിറ്റയ്ക്ക് 26. അപ്പോഴാണ് അവൾ ഡയലോഗ് അടിച്ചത്, ഞാൻ പൈലറ്റാണ്, അപ്പോൾ എനിക്ക് സ്വിമ്മിങ് അറിയാം, അപ്പോൾ എനിക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി കൂടുതലാണ്, അപ്പോൾ ഞാൻ ഓരോ അടുത്ത ടൈമിൽ 2-3 ഹോൾഡ് ചെയ്യണമെന്ന് പറയുന്നത്. അഫിയാൻസിൻ നിതിൻ ദാസിന് ബ്രീത്തിങ് കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട്, അവൻ സൂംബ ഡാൻസറാണ്, ബ്രീത്തിങ് കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട്, ഇത് ചുമ്മാ ഇവരങ്ങ് ചൂസ് ചെയ്യണം, ഒരാളെ വേണോ വെച്ചിട്ട് അങ്ങ് ചൂസ് ചെയ്യണം. അതായത് ഇച്ചിരി ആക്റ്റീവ് ആകാൻ തോന്നിയാണ്ടല്ലോ ഇവർ അപ്പം തന്നെ പിടിച്ച് ഔട്ട് ഹൗസിലോട്ട് ഇടുക. എനിവേ അഫിയാൻസും നിതിൻ ദാസുമാണ് ഈ ടീമിൽ നിന്ന് ഔട്ട് ഹൗസിൽ പോയിരുന്നത്. അപ്പോൾ ഔട്ട് ഹൗസിൽ മൊത്തത്തിൽ 6 പേരായി. അതായത് അഫിയാൻസ്, പൂജ, നന്ദകിഷോർ, ഷാമോന്, റിജോ, നിതിൻ ദാസ്, 6 പേര്. ഈ 6 പേരും റെഡ് ബാൻഡും കിട്ടി അവിടെ സുഖമായിട്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടീമിൽ നിന്ന് 2 പേർക്ക് കിട്ടി. ഒന്ന് ലൊലിറ്റയ്ക്കും കിട്ടി, ഷ്യാമിനും കിട്ടി. ഷ്യാമിന് കിട്ടാനുള്ള റീസൺ അറിയാമല്ലോ, അവൻ ഭയങ്കര ആക്റ്റീവായിട്ട് കളിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഷ്യാമിന് കൊടുത്തത്. എല്ലാവരും എന്താ പറയുക, ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇത് ജെന്യൂനായിട്ടുള്ളൊരു ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇന്നത്തെ എപ്പിസോഡിൽ ജെന്യൂനായിട്ടുള്ള ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ ജെന്യൂനിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പുറത്ത് നിന്ന 20 കണ്ടസ്റ്റൻ്റ് ആദ്യം വന്നിട്ട് ഫസ്റ്റിൽ വന്നപ്പോൾ തന്നെ അടി തുടങ്ങിയത്. ആ പൂജയാണ് അതിന് ലീഡ് ചെയ്ത് അടി തുടങ്ങിയത്. ഇന്ന് 5 പേർക്കാണ് ഇത് കിട്ടിയേക്കുന്നത്, ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയേക്കുന്നത്. ഇപ്പം മൊത്തത്തിൽ ഇപ്പോൾ ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയേക്കുന്നത് ഇപ്പോൾ 8 പേർക്ക് ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയിട്ടുണ്ട്. അവരിപ്പോൾ സേഫ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ബാക്കി നാളത്തെ എപ്പിസോഡിൽ അറിയാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടത് വെറും ട്രയലാണ്. നാളത്തെ എപ്പിസോഡ്, അതായത് എപ്പിസോഡ് 3 മുതൽ ആണ് ഇനിയും യഥാർത്ഥ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ റെനീഷ പറഞ്ഞു വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. വലിയ കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു, അടിപിടി വേണം. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇന്നലത്തെ എപ്പിസോഡ് 1 വന്ന ആ മണിച്ചിത്രത്താഴ ടാസ്ക് ജയിച്ചു വന്ന 20 പേരെക്കാട്ടിലും എനിക്ക് ഇച്ചിരി ആക്റ്റീവായിട്ട് തോന്നിയത് ഇന്ന് പുറത്ത് നിന്ന് ഇന്നലെ ഔട്ടായിട്ട് ഇന്ന് പുറത്ത് വന്നില്ലേ, ആ 20 പേരാണ് ഇന്ന് കുറച്ച് ആക്റ്റീവായിട്ട് എനിക്ക് ഫീൽ എൻ്റെ പേഴ്സണായിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. ചിലപ്പോൾ അവരും ആക്റ്റീവ് ഉണ്ടായിരിക്കും, അവർ പെട്ടെന്ന് കയറിയോണ്ട് ഇതായിട്ടിരിക്കുമായിരിക്കും, ഇവർ പുറത്തുനിന്ന് വന്നുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നതായിരിക്കും. എനിവേ ഇപ്പം നമുക്ക് നാളെ എപ്പിസോഡ് 3യുടെ വിശേഷമായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.